മുരിങ്ങൂരിലെ ദുരിതക്കാഴ്ചകളിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. ഒരു ആംബുലൻസ് ഏറെ നേരമായി അവിടെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് എത്ര നേരമായി തുടരുന്നു? ആംബുലൻസിന് പോകാനാകുന്നില്ല. അതിനകത്തെ രോഗിയുമായി എവിടേക്ക് പോകുന്ന ആംബുലൻസ് ആണത്? ഏത് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് ആണ്? സ്മൃതി, അക്കാര്യം വ്യക്തമല്ല. എന്തായാലും മണിക്കൂറുകളായി ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസുകാരടക്കം ഇടപെട്ട് അതിനെ മുന്നിലേക്ക് കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ടതാണ്. അതിലൊരു ചെറിയ കുട്ടിയടക്കം ആ ആംബുലൻസിലുണ്ട്, ഒരു സ്ത്രീയുമുണ്ട്. അത് എങ്ങോട്ടേക്ക് പോകുന്നതാണ് എന്ന കാര്യം വ്യക്തമല്ല. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആംബുലൻസാണ് ഇത്തരത്തിൽ മണിക്കൂറുകളോളമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊരു ആംബുലൻസിൻ്റെ കാര്യം മാത്രം വിഷയമല്ല. നിരവധി ആംബുലൻസുകൾ സമാനമായ രീതിയിൽ ഈ ദേശീയപാതയിൽ 7 കിലോമീറ്ററിനിടയിൽ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ചാലക്കുടിയിൽ നിന്ന് അല്പദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എത്ര വാഹനങ്ങൾ മാറിക്കൊടുത്താൽ പോലും ഏതെങ്കിലും ഒരു കുരുക്കിൽപ്പെട്ട് അവിടെ മിനിറ്റുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. വീണ്ടും അടുത്ത കുരുക്കിലേക്ക് പോകുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല. നിരവധി പോലീസുകാർ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ഗതാഗതം നിയന്ത്രിക്കാനും ചെറിയ വാഹനങ്ങൾ മറ്റ് ചെറിയ വഴികളിലൂടെ കടത്തിവിടാനും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യമായി പോകേണ്ട ആംബുലൻസ് അടക്കമുള്ള സർവീസുകൾ, അതോടൊപ്പം തന്നെ അത്യാവശ്യമായി ആശുപത്രിയിലേക്കും മറ്റും പോകുന്നവരൊക്കെ തന്നെയാണ്, വിമാനത്താവളത്തിലേക്ക് പോകുന്നവരൊക്കെ തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ആംബുലൻസ് ചാലക്കുടിയിൽ നിന്നും അല്പം മുന്നോട്ട് മുരിങ്ങൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ശബ്ദം ദൂരെ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കുരുക്കിൽ ആംബുലൻസ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുന്നോട്ട് പോകുന്നുണ്ട്, ആ ആംബുലൻസിന് മുന്നോട്ട് പോകാനാകുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കുരുക്ക് അല്പം അയയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആംബുലൻസിന്റെ കാര്യത്തിൽ വാഹനങ്ങൾ അവിടെ നീണ്ട നിര കാണാം. ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനിടയ്ക്ക് കൂടി ആംബുലൻസിനെ കടത്തി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുവശത്തും വാഹനങ്ങൾ നീണ്ട നിരയാണ് കാണുന്നത്. എത്ര നേരമായ കുരുക്കാണ്. വളരെ പതുക്കെ വാഹനങ്ങൾ നീങ്ങുമ്പോൾ ഇപ്പോൾ ആംബുലൻസിന് മുന്നിൽ മറ്റൊരു വാഹനം പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുരിങ്ങൂരിലെ ഗതാഗതക്കുരുക്ക് ദേശീയപാത അതോറിറ്റി കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളാണ്. കോടതിയുടെ കർശനമായ നിർദ്ദേശവും വിമർശനവും ഉണ്ടായിട്ടും കുരുക്കഴിക്കാനുള്ള വഴികൾ തേടുന്നില്ല എന്നുള്ളതാണ്. റോഡിലെ കുണ്ടും കുഴിയും, അതോടൊപ്പം ഒരു വാഹനം അപകടത്തിൽപ്പെട്ടതാണ് ഒന്നുകൂടി കുരുക്ക് മുറുകാൻ കാരണം.